വർഷക്കാലത്ത് പരിചയമുള്ള അധ്യാപകരാണ് കൂടുതൽ. പ്രത്യേകിച്ച് ഭാഷാധ്യാപകർക്ക് നേതാക്കന്മാരെ നമസ്കാരം. അന്നമേകിയ അച്ഛനും അന്നം മുട്ടിയ അമ്മയും ആദ്യാക്ഷരം കുറിച്ച അധ്യാപകരും ഒരുപോലെയാണ് എന്നാണ് പറയാറ്. യഥാർത്ഥത്തില് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട അധ്യാപകർ നന്മയേകിക്കൊണ്ട് ഒരുപാട് വെളിച്ചം നിറച്ചുകൊണ്ട് സർവീസിൽ നിന്ന് വിരമിക്കാൻ പോവുകയാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുള്ള ഒരു യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത പുസ്തകത്തിന് എന്ത് പ്രസക്തി എന്നുള്ളത് ഒരു കവിവാക്യം. പോകാൻ വെച്ചാൽ എല്ലാവരും ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. എന്റെ കല്യാണം 11 കല്യാണം കഴിഞ്ഞു. അതിനുശേഷം വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. എങ്ങനെയോ +2 പ്രീ ഡിഗ്രി പാസ്സായി. അതിനുശേഷം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കൊക്കെ അടങ്ങിയിട്ടാണ് അവസാനം കൂടി ഞാൻ ഹിന്ദി കോഴ്സിന് പോകാൻ തയ്യാറെടുത്തത്. ഒരു സമ്മതം കിട്ടിയത് നമ്മുടെ തത്വത്ത് ബാലകൃഷ്ണൻ മാഷ് അറിയായിരിക്കും വിചാരിക്കാം. ഇവിടെ മീൻകത്ത ഹിന്ദി ട്രെയിനിങ് ഏറ്റവും കൂടുതലുള്ള ഹിന്ദി അധ്യാപകർ. പക്ഷെ നമ്മളിങ്ങനെ കുറെ കാലങ്ങളായി മേഖലയിൽ സർവീസ് ചെയ്തപ്പോൾ കണ്ടെത്തി കുറെ കാര്യങ്ങൾ ഹിന്ദി അധ്യാപകരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നതിനും ശക്തമായ സംഘടന ഇല്ലാതിരുന്ന കാലത്ത് നിന്ന് മാറി ഹിന്ദി അധ്യാപകർ ഈ പറഞ്ഞ ഷാനോജ് മാഷൊക്കെ സർവീസിൽ നിന്ന് തിരിഞ്ഞു പോകാൻ നമുക്ക് വലിയ പ്രയത്നം. മക്കളുടെ പേരെടുത്ത് പറയാത്ത ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും ഓരോ വ്യക്തിയും അവരുടേതായ